ഇതൊരു വിശ്വവിഖ്യാതമായ കല്യാണത്തെക്കുറിച്ചാണ്. ലോകം അംഗീകരിക്കാൻ വൈകിയ ഒരു ട്രോളന്റെ കല്യാണത്തെക്കുറിച്ച്. എന്തു പറഞ്ഞാലും അതിനൊക്കെ കൗണ്ടർ പറഞ്ഞു പൊളിക്കുന്ന പാവങ്ങളുടെ പള്ളയുള്ള പിഷാരടി. ഇവനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കോടോ ഇങ്ങേടാ. ഇവന്റെ പുരയെ പോയി ഞാൻ മുത്തുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ അവന്റെ ഉമ്മ വരെ ഇങ്ങോട്ട് പറയും ചാത്തം ഇവിടെ ഇല്ലാന്ന്. അങ്ങനെ നാട്ടുകാരും പോർക്കാരും കൂട്ടുകാരും ഒക്കെ സ്നേഹപൂർവ്വം ചാത്തെന്ന് മുത്തോന്ന് ABCD എന്നൊക്കെ വിളിക്കുന്ന ഞമ്മളെ ഫാസിലിന്റെ കല്യാണത്തെ പറ്റിയിട്ടാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. സ്വർഗം വിടരും പുലരും പുതുദിനം നെഞ്ചിൻ മരുവിൽ പൊഴിയും പുതുമഴ. ഇവനെ പറ്റി പറയുകയാണെങ്കിൽ അന്തി മോന്തിയാലും തീരൂല. അങ്ങനെയുള്ളവന് പെണ്ണ് കിട്ടിയതിന്റെ അത്ഭുതം അത് വേറെ തന്നെ പറയണ്ട. അത് അടക്കട്ടെ. നമുക്കിപ്പോ കാര്യത്തിലേക്ക് ഇങ്ങോട്ട് വരാം. ചാത്തൻ ഓന്റെ പുരയിൽ ആകെ സിക്സ് പാക്കുള്ള മനുഷ്യനാവ്. അതും ഒരു പഞ്ചാരച്ചാക്കിന്റെ വലിപ്പമുള്ള സിക്സ് പാക്ക്. ഇവൻ പഠിത്തമൊക്കെ മതിയാക്കി പണിക്കൊന്നും പോകാതെ പന്തും കളിച്ച് അത്യാവശ്യ പൈസക്ക് അമ്മോന്റെ ഒപ്പം പന്തൽ പണിക്കും പോയി നടക്കുമ്പോ ഇവന്റെ ബാപ്പ അവനെ ഗൾഫിലേക്ക് അങ്ങോട്ട് വിട്ട. ഗൾഫിൽ ലാൻഡ് ചെയ്ത അന്ന് അൺലിമിറ്റഡ് നെറ്റ് ഓഫർ ഗേറ്റിംഗ് ആണ് 3 ലൈക്കും 2 കമന്റും ആയിട്ട് ഫേസ്ബുക്ക് തുടങ്ങിയ ആളാവൻ. ഇപ്പൊ ഫേസ്ബുക്കിൽ ആര് ലോകത്ത് എങ്ങനെ എവിടെ പോസ്റ്റ് ചെയ്യാലും അതിൽ ഒരു കമന്റ് അത് ഇവന്റെ തയ്ക്കും. മുമ്പ് ഒരു ദിവസം ഇവൻ തന്നെ ഫേസ്ബുക്കിലെ ഫേക്ക് അക്കൗണ്ട് ആയ റുബീന ബീഗത്തിന് ഇവൻ തന്നെ പ്രണയാഭ്യർത്ഥന മാറി അയച്ചു ഒരു കഥ ഉണ്ട്. അജാദി ടീമാ. ഫേസ്ബുക്കില് ഫിലിപ്പൈന്, ബ്രസീല്, റഷ്യ ഈ രാജ്യത്തൊക്കെ പിടിപാടുള്ള നാട്ടിലെ ഏക വ്യക്തിയാവൻ. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആരാകണമെന്ന് മാഷ് വെച്ച് ബക്കിയൊരു വാപ്പാണെന്ന് മറുപടി പറഞ്ഞ ആളാ. പഠിച്ച ഓരോ സ്കൂളിൽ നിന്ന് ഉച്ചക്കഞ്ഞിക്ക് തിക്ക് കൂട്ടി കച്ചറുണ്ടാക്കി ഒടുവിൽ സൈകെട്ട് മാഷന്മാര് ജയിപ്പിച്ചു വിട്ടു പോകുന്നതാണ് ഇവന്റെ വിദ്യാഭ്യാസ ചരിത്രം. പണ്ട് നടന്നോനാണേ പള്ളിക്കൂട മുറ്റത്ത് പോലും പോയിട്ടില്ലാത്തോനാണേ. പിന്നെ കോളേജിൽ ലേശം കാണാൻ ചൊറുക്കുള്ള എല്ലാ പെൺകുട്ടികളെയും ഇവൻ ബുക്ക് ചെയ്തയക്കും. ഓളൊക്കെ കിട്ടിയാലും ഇല്ലെങ്കിലും നാട്ടിലെ പോസ്റ്റിൽ വൈറ്റ് വാഷ് അടിച്ചിട്ട് പാർട്ടിക്കാര് ബുക്ക് ചെയ്യുന്ന മാതിരി ഇവന്റെ ഒരു ബുക്കിംഗ് ഉണ്ടാവും. ഓൻ വാങ്ങിക്കൊടുത്ത മഞ്ചും ഗ്രീറ്റിംഗ് കാർഡിന്റെ പൈസ ഉണ്ടെങ്കിൽ ചെറുവാടിക്കടവിൽ ഒരു 3 ലോറി അടവില്ലാതെ വാങ്ങാനും. നാട്ടിൽ ഓന്റെ കൂടെ പഠിച്ചോലൊക്കെ പെണ്ണും കെട്ടി മക്കൾ ഓൻ വാങ്ങിക്കൊടുത്ത മഞ്ചും ഗ്രീറ്റിംഗ് കാർഡിന്റെ പൈസ ഉണ്ടെങ്കിൽ ചെറുവാടിക്കടവിൽ ഒരു 3 ലോറി അടവില്ലാതെ വാങ്ങാനും. നാട്ടിൽ ഓന്റെ കൂടെ പഠിച്ചോലൊക്കെ പെണ്ണും കെട്ടി മക്കളായി നിൽക്കുന്നുണ്ടപ്പം അവൻ രണ്ടും കൽപ്പിച്ച് ലീവിനൊരൊറ്റ വരവാ. ഗൾഫിൽ നിന്ന് വന്ന് പെട്ടി പൊട്ടിക്കാൻ വേണ്ടിട്ട് വാപ്പ കത്തി എടുത്തപ്പോ ആ കത്തി വാങ്ങിയിട്ട് എന്റെ കാര്യം തീരുമാനമായിട്ട് മതി പെട്ടി പൊട്ടിക്കലെന്നൊരൊറ്റ ഡയലോഗാ. പിന്നെ പെട്ടി ഒളിക്കാൻ നിൽക്കാതെ വാപ്പ കൊലായിലൂടെയും ഉമ്മ അടുക്കളഭാഗത്തോടെ ഒരൊറ്റ പോക്ക്. ഓന്റെ കാക്ക കുട്ടനും ഇവന്റെ കാര്യത്തിൽ വലിയൊരു പ്രതീക്ഷ ഇല്ലാത്തോണ്ട് മൂപ്പര് പെട്ടിന്റെ ചോട്ടിൽ എന്നെ അങ്ങനെ അട്ടിയിരുന്നു. അങ്ങനെ മോടി പഴയമാതിരി ലോകം മുഴുവൻ പരക്കം വാങ്ങിയിട്ട് ബസ്സൂലിക്ക് പോലും ചെലവ് വരാത്ത തൊട്ടപ്പുറത്ത് അങ്ങാടിയായ പന്നിക്കോടുന്ന ഒരു കുട്ടിനെ കിട്ടി. നമ്മളെ പ്രിയ മുഹമ്മദാക്കാന്റെ മോള് സാലിഹ. അന്വേഷണം വന്നപ്പോ നാട്ടുകാർ ഫുള്ള് സപ്പോർട്ട്. അത് ഓൻക്ക് തന്നെ അങ്ങോട്ട് അത്ഭുതമായി. പിന്നെ കാര്യം അന്വേഷിച്ചപ്പോഴാണ് കാരണന്മാർ ഇങ്ങോട്ട് പറഞ്ഞത് പോരെ നിറഞ്ഞിക്കാണെ പ്രശ്നമല്ലായിരുന്നു, ഇവൻ അറിഞ്ഞ് അങ്ങാടി വരെ എത്തിയാണ്, അതുകൊണ്ട് സമ്മതിച്ചതാണെന്ന്. കിളി പോണ ജാതി മറുപടി. എന്തായാലും അത് അങ്ങോട്ട് തീരുമാനമായിരിക്കും. പണ്ടത്തെ പോലല്ലിവനാണ് ഇന്നൊരു കേമനാണ്, പെണ്ണുകെട്ടാനാശയുമായി തിരികെ വന്നവനാണ്. പണ്ടത്തെ പോലല്ലിവനാണ് ഇന്നൊരു കേമനാണ്. ചാലിയാർ താഴ്ത്തുമുറിയിൽ നിന്ന് തുടങ്ങി ചാലഞ്ചേഴ്സിലൂടെ വളർന്ന് ദമാമിലെ കളിയാരവങ്ങളിൽ എത്തി നിൽക്കുന്ന ഞങ്ങളെ ചാത്തൻ എന്ന ഫാസിൽ സീക്കന്റെ കല്യാണം. സംഭവം ആള് നേരത്തെ പറഞ്ഞതൊക്കെ ആണെങ്കിൽ ചെങ്ങായിയായി കൂടെ കൂട്ടുകയാണെങ്കിൽ ഓനെപ്പോലെ ഒരാൾ തന്നെ കൂട്ടണം. എന്തിനേതിനും വിശ്വസിച്ച് കൂടെ നിൽക്കും. ഓന്റെ കൂടാണ് മറ്റു തമാശയും വർത്താനമൊക്കെ പറഞ്ഞ് മനസ്സൊക്കെ വിശാലാക്കിയിട്ട് അങ്ങോട്ട് ഇരിക്കുക. നാട്ടിൽ എന്ത് നടക്കുകയാണെങ്കിലും അവിടെ നമ്മളെ ചാത്തൻ സജീവമായിട്ടുണ്ടാവും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ കുമ്മനടിയല്ലോ. നല്ല മട്ടത്തിൽ ഒരു പരിപാടി കഴിക്കുകയാണെങ്കിൽ അത് ഇവന്റെ സാന്നിധ്യം എന്തായാലും ഉണ്ടാവും. പോരാത്തതിന് ഗൾഫിൽ അറബിയുടെ ഇടം കയ്യും അവിടെ ഡക്കൽ കമ്പനിയിൽ ഒരു ചായ അടിക്കാൻ പോലും ഇവന്റെ പെർമിഷൻ വേണം.
വീടുമായി തിരികെ വന്നവനാണ്. പണ്ടത്തെ പോലല്ലിവനാണ് ഇന്നൊരു കേമനാണ്. ചാലിയാർ താഴ്ത്തുമുറിയിൽ നിന്ന് തുടങ്ങി ചാലഞ്ചേഴ്സിലൂടെ വളർന്ന് ദമാമിലെ കളിയാരവങ്ങളിൽ എത്തി നിൽക്കുന്ന ഞങ്ങളെ ചാത്തൻ എന്ന ഫാസിൽ ചീക്കന്റെ കല്യാണം. സംഭവം ആള് നേരത്തെ പറഞ്ഞതൊക്കെ ആണെങ്കിൽ ചെങ്ങായിയായി കൂടെ കൂട്ടുകയാണെങ്കിൽ ഓനെപ്പോലെ ഒരാൾ തന്നെ കൂട്ടണം. എന്തിനേതിനും വിശ്വസിച്ച് കൂടെ നിൽക്കും. ഓന്റെ കൂടാണ് മറ്റു തമാശയും വർത്താനമൊക്കെ പറഞ്ഞ് മനസ്സൊക്കെ വിശാലാക്കിയിട്ട് അങ്ങോട്ട് ഇരിക്കുക. നാട്ടിൽ എന്ത് നടക്കുകയാണെങ്കിലും അവിടെ നമ്മളെ ചാത്തൻ സജീവമായിട്ടുണ്ടാവും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ കുമ്മനടിയല്ല കേട്ടോ. നല്ല മട്ടത്തിൽ ഒരു പരിപാടി കഴിക്കുകയാണെങ്കിൽ അത് ഇവന്റെ സാന്നിധ്യം എന്തായാലും ഉണ്ടാവും. പോരാത്തതിന് ഗൾഫിൽ അറബിയുടെ ഇടം കയ്യും അവിടെ ഡെക്കൽ കമ്പനിയിൽ ഒരു ചായ അടിക്കാൻ പോലും ഇവന്റെ പെർമിഷൻ വേണം. അപ്പോ പറഞ്ഞു വന്നത്, വെയില് പൊള്ളിച്ച മണ്ണിനെ മഴ പുതപ്പിച്ച് ഈ ജൂലൈ മാസത്തിൽ കൽബിൽ തിരിയിട്ട് കൂട്ടിയ സ്വപ്ന ജീവിതത്തിന്റെ പടി കടക്കുകയാണ് ഫാസിലും സ്വാലിഹയും. പെറ്റുപെരുകിയ മയിൽപീലി കാലങ്ങളിൽ വലിയ നാണത്തോടെ കൂട്ടുകാരോടൊത്ത് സങ്കല്പിച്ചു കൂട്ടിയ ആ കല്യാണ കാലത്തിന്റെ നിറസഫലീകരണമാണ് ജൂലൈ 29 അവന്റെ ചെട്ടിക്കുന്നത്ത് വീട്ടിൽ. മഹർ ചാർത്തി മധുരമാക്കപ്പെടുന്ന ഈ ഹൃദ്യമുഹൂർത്തത്തിലേക്ക് എല്ലാവരെയും സസ്നേഹം ക്ഷണിക്കുകയാണ്. ഒപ്പം ദമാം അസോസിയേഷന്റെ കണക്ക് അവതരിപ്പിക്കാൻ കിട്ടാത്ത ശക്തനായ ട്രഷററും ഈ MF ഫുട്ബോൾ ക്ലബിന്റെ മാനേജറും മുക്കം ഏരിയ ബ്രസീൽ ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയും വാട്സപ്പിലെ ആസ്ഥാന ഊത്തുകാരനുമായ ഞങ്ങളുടെ പ്രിയ